സ്റ്റാർട്ടായി. ഇനി 5 മിനിറ്റിനകം ബോംബ് ബ്ലാസ്റ്റ് ആകും. വെരി ഗുഡ്. നീ കുറച്ച് ദൂരേക്ക് മാറി നിൽക്ക്. ബോംബ് പൊട്ടിയ ഉടനെ എന്നെ ഫോൺ ചെയ്യണം. ഓക്കെ മാം. ഓൾറെഡി മീഡിയക്കാർക്ക് കൂടി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബോംബ് പൊട്ടിയ ഉടനെ അവർ ലൈവ് ആയിട്ട് വന്ന് കവർ ചെയ്യും. സംസ്കൃതി ഇവന്റ്സ് നിലം പൊത്താൻ പോകുന്നു. ഓക്കെ, ഐ എം വെയിറ്റിംഗ്. സംസ്കൃതി ഈവൻസ് നിലം പൊത്തുന്നത് മാത്രമല്ല, ആ ബിൽഡിങ്ങിലുള്ള അഭിരാമിന്റെ ആൾക്കാരുടെ എല്ലാവരുടെ ജീവനും പോവും. വസു വിധവയായി തീരും. ഒരു വഴിയും ഇല്ലാതെ ഞാൻ ചോദിച്ച ഉടനെ ഉണ്ണിയെ എന്നെ ഏൽപ്പിക്കും. ജസ്റ്റ് 2 minutes. ഇനി 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഓൺലി 1 മിനിറ്റ്. അതിനുശേഷം ആ ഓഫീസിനെ ദൈവത്തിന് പോലും രക്ഷിക്കാനാകില്ല. ഈ സമയത്ത് എന്താ പെട്ടെന്നൊരു പവർ കട്ട്? ഏട്ടാ, ഒന്ന് പോയി പവർ ബോർഡ് ചെക്ക് ചെയ്യ്. ഓക്കെ ബി. ഈ ശബ്ദം എവിടുന്നാ വരുന്നേ? മെയിൻ ബോർഡിലെല്ലാം കറക്റ്റ് ആണല്ലോ. ആ അബി, മെയിൻ ബോർഡിൽ ഒരു കുഴപ്പമില്ലടാ. അയ്യോ അബി, ബോംബ്! ബഹളം ഉണ്ടാക്കില്ലേട്ടാ. എക്സ്ക്യൂസ് മീ, ആരും പേടിക്കണ്ട. എല്ലാരും എവിടെ തന്നെ നിൽക്കുന്നു അവിടെ തന്നെ നിന്നാ മതി. ജസ്റ്റ് നമുക്ക് ബോംബ് സ്ക്വാഡിനെ വിളിക്കാം അബി. വേണ്ടടാ, കുറച്ച് മാറിക്ക്. അബി ഏട്ടാ, ഞാൻ പറയുന്നേക്കൊന്ന് മാറി നിൽക്കേ. അബി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ബോംബ് സ്ക്വാഡിനെ വിളിച്ച് അവരൊന്ന് ഡിസ്കണക്ട് ചെയ്യും. ഏട്ടാ, ഇപ്പൊ അതിനൊന്നും സമയമില്ല. ഇതെങ്ങനെ ഇപ്പൊ ഒന്ന് ഓഫ് ചെയ്യുക? അബി സൂക്ഷിച്ച്. അബി റിസ്ക് എടുക്കണ്ട, നമുക്ക് ഇതൊന്ന് വെളി കളയാം. ഏട്ടാ, ഇത് ഞാൻ നോക്കിക്കോളാം. ഇത് നമ്മുടെ ഓഫീസാ. ബോംബെങ്ങനെ പൊട്ടിയാൽ ഇവിടെയുള്ള ആൾക്കാരുടെ ജീവൻ അപകടത്തിലാവും. അത് കുഴപ്പമില്ല, ഇവിടെ നിന്നാ നമുക്ക് ആപത്താണ്. ഞാൻ പറയുന്ന കേക്കട്ടാ, നമുക്ക് നമ്മുടെ എംപ്ലോയീസിന്റെ ജീവനാവരുത്. ഏട്ടാ, അവിടുന്ന് സിസറിങ് എടുത്ത്. ദാബി, Three, 2. കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. തൊണ്ടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഉണ്ണി? ഉണ്ണി ഇങ്ങോട്ടാ, കുറച്ച് വെള്ളം കുടിക്കുക.
ഉണ്ണി ഇപ്പൊ എങ്ങനെയുണ്ട്? ഉണ്ണി എന്താ പറ്റിയ? ഉണ്ണി എന്താ പറ്റിയത്? ഉണ്ണി എന്താ നീ ഒന്നും സംസാരിക്കാത്ത? ചേട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമേ? അതെ അമ്മ, പെട്ടെന്ന് കൊണ്ടുപോവാം. എഴുന്നേക്കുണ്ണി, ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്താ ഉണ്ണി, നിന്റെ ശബ്ദത്തിന് എന്തു പറ്റി? എന്റെ കിട്ടുവിന്റെ പ്രസംഗം കേട്ടോടനെ നീ ഊമയായി പോയോ? ഇത്രയും നേരം നീ നന്നായിട്ട് സംസാരിച്ചോണ്ടിരുന്നാണല്ലോ, പെട്ടെന്ന് എന്താ പറ്റിയേ? കുടിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കുടിച്ചു കാണും, അതായിരിക്കും ശബ്ദം പോയത്. മാഡം, ലെമൺ ജ്യൂസ് എടുത്തോളൂ മാഡം. ആ നാരങ്ങ വെള്ളത്തില് എന്തെങ്കിലും കലർത്തിയിരുന്നോ? രാജുവിന്റെ സ്പീച്ച് കഴിഞ്ഞു, ഇനി അടുത്തത് നീയാണ് ഉണ്ണി. ലാസ്റ്റ് പാർട്ടിസിപ്പന്റ് ഉണ്ണി സ്റ്റേജിലേക്ക് വരൂ. ഉണ്ണി ഞാനിപ്പോ വരാം, നീ ഇവിടെ ഇരിക്കുക കേട്ടോ. ഈ വസുത് എങ്ങോട്ടാ പോന്നത്? ഉണ്ണി എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണം. ഉണ്ണി എങ്ങനെ സ്റ്റേജിലേക്ക് പോവും? അവന്റെ ശബ്ദം അടച്ചിരിക്കുവല്ലേ? ചേട്ടാ എന്ത് പറ്റി? ചേട്ടാ 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 എന്ത് പറ്റി ചേട്ടാ? നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇരുന്നേ, മാറി നിൽക്ക. ഉണ്ണി ഇത് കുടിക്ക്. ഇവളെന്തായി ചെയ്യുന്നേ? നാട്ടുവൈദ്യമാണോ? ഉണ്ണി പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് വരണം. ടൈം ഔട്ട് ആകുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടോ ഉണ്ണി, ഇനി 1 മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ നീ വന്നില്ലെങ്കിൽ നിന്നെ എലിമിനേറ്റ് ആക്കും. ഉള്ളി 30 സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ലാസ്റ്റ് 10 സെക്കൻഡ്സ്. ഉണ്ണി ട്രൈ ചെയ്, സംസാരിക്കാം. ഉണ്ണി ടൈം അപ്പ്. ദാ വരുന്നു മിസ്. ഐ എം കമ്മിങ്. സോറി മിസ്, എന്റെ തൊണ്ട ശരിയായി. ലേറ്റ് ആക്കിയതിന് എന്നോട് എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ ഉണ്ണി, സ്റ്റാർട്ട്. ഒരമ്മ എത്ര ഉയർന്നവരാണെന്ന് ഇപ്പോ നിങ്ങളുടെ കൺമുന്നിലുള്ള ഞാനാണ് സാക്ഷി. അരമണിക്കൂർ മുമ്പ് നടന്ന ലെമൺ ആൻഡ് സ്പൂൺ റേസിൽ എൻ്റെ അമ്മയുടെ കാലിന് കുപ്പിച്ചില്ല് കൊണ്ട് മുറിവേറ്റിരുന്നു. എന്നിട്ട് പോലും എന്നെ ജയിപ്പിക്കാൻ വേണ്ടി അത്രയും വേദനയുണ്ടായിട്ട് പോലും എൻ്റെ അമ്മ നന്നായിട്ട് മത്സരിക്കുകയായിരുന്നു. ഇപ്പോ ഇതേ വേദിയിൽ വെച്ച് പെട്ടെന്ന് എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു. പക്ഷെ ഈ മത്സരത്തില് ഞാൻ തോറ്റുപോകുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ പരിശ്രമിച്ച് എൻ്റെ ശബ്ദം എനിക്ക് തിരികെ വരുത്തി. ഒരു ദൈവത്തെ പോലെ എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചു. ഈ ലോകത്തിൽ ഒരമ്മ എത്ര ഉയർന്നവരാണെന്ന് പറയാൻ ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേറെ എന്താ വേണ്ടത്? നമ്മുടെ കൺമുന്നിലുള്ള ദൈവമാണ് അമ്മ. നമുക്ക് ജീവൻ തന്ന് സ്വന്തം ജീവൻ പോകുന്നത് വരേക്കും നമ്മളെക്കുറിച്ച് മാത്രം ഓർക്കുന്നവർ.
അമ്മയ്ക്ക് പകരം അമ്മ മാത്രം. അടുത്തതായി അച്ഛൻ, നമ്മുടെ കൺമുന്നിലുള്ള രണ്ടാമത്തെ ദൈവം. നമ്മളെയൊക്കെ അമ്മമാര് അവരുടെ വയറ്റില് 9 മാസമാണ് ചുമക്കുന്നത്. പക്ഷെ ഒരു അച്ഛൻ അദ്ദേഹത്തിന്റെ ചുമലിൽ നമ്മളെയൊക്കെ ജീവിതകാലം മുഴുവൻ ചുമക്കുന്നു. നമുക്ക് വേണ്ടി മാത്രമായി കഷ്ടപ്പെട്ട്, നമ്മളോടൊക്കെ ദേഷ്യപ്പെടുന്നത് പോലെ അഭിനയിച്ച്, നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ തന്ന്, നമ്മുടെ സ്വപ്നങ്ങളെ സത്യമാക്കുന്നതിന് വേണ്ടി സ്വയം ഒരു മെഴുകുതിരി പോലെ ഉരുകി നമുക്ക് വെളിച്ചം തരുന്നു. അമ്മ ഭൂമിയാണെങ്കിൽ അച്ഛൻ നമ്മുടെയൊക്കെ ആകാശമാണ്. ഈ ഭൂമിയും ആകാശവും ഒരിക്കലും ഒന്നു ചേരില്ല. പക്ഷേ അമ്മയും അച്ഛനും ഒന്നു ചേർന്ന് നമുക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നു. നമ്മുടെ സ്വപ്നങ്ങളെ അവർ യാഥാർത്ഥ്യമാക്കുന്നു. അങ്ങനെയുള്ള ജീവനുള്ള ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. വളരെ നന്നായി സംസാരിച്ചു. താങ്ക് യു അമ്മേ. ഇപ്പോ സ്റ്റേജിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതാണ്. സ്പോർട്സിൽ ജയിച്ചവർ മാസ്റ്റർ ഉണ്ണി, മിസ്സസ് വസുന്ധര ദേവി. ആ ഉണ്ണി, വസുന്ധര മാഡം, നിങ്ങൾ സ്റ്റേജിൽ തന്നെ ഉണ്ടാവണം. എന്തെന്ന് വെച്ചാൽ പ്രസംഗ മത്സരത്തിൽ കൂടി ഉണ്ണിയാണ് വിന്നർ. കൺഗ്രാറ്റ്സ് Congrats, Unni. Thank you, sir. മാഡം. ഇവൻ തന്നെ എല്ലാത്തിനും ജയിച്ചല്ലോ. നിന്റെ സ്പീച്ച് വളരെ ഗംഭീരമായിരുന്നു ഉണ്ണി. എന്റെ പാരന്റ്സിനെ പോലും ഞാൻ ഓർത്തുപോയി. കീപ് ഇറ്റ് അപ്പ് ഉണ്ണി. താങ്ക് യു സർ. നിങ്ങളുടെ മകനെ വളരെ അനുസരണയുള്ളവനായി വളർത്തിയിരിക്കുന്നു. അതേപോലെ നിങ്ങളുടെ മകന്റെ വിജയത്തിനായി നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. നിങ്ങളൊരു ഗ്രേറ്റ് മദറാണ്. താങ്ക്സ് മാഡം. അഭിരാം സാറിനെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് യോജിച്ച ഭാര്യയാണ് നിങ്ങൾ. ഈ ഉണ്ണി അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായും നിലനിർത്തും. ബോത്ത് ഓഫ് യു ആർ ഗ്രേറ്റ്. അബ്രഹാം സാറിനോട് ഞങ്ങളുടെ വിഷസ് അറിയിച്ചേക്കും. ഉറപ്പായിട്ടും പറയാം. ഞാൻ പറയുന്നത് കേൾക്കട്ടോ. നമുക്ക് ഇവിടുത്തെ ആൾക്കാരെ രക്ഷിക്കണം. ഏട്ടാ വേഗം സിസേഴ്സ് ഇങ്ങെടുക്ക്. ദാബി, Three, 2,